വിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് STK 4141 പറഞ്ഞ നല്ല ക്വാളിറ്റിയുള്ള ഐസി വെച്ചിട്ടുള്ളൊരു സ്റ്റീരിയോ ബോർഡാണ്. ഇത് നമുക്ക് സ്റ്റീരിയോ നല്ല രീതിയിൽ കേൾക്കാൻ ഏറ്റവും നല്ലൊരു ബോർഡാണിത്. ഇത് 18 വോൾട്ടിന് ട്രാൻസ്ഫോമർ, 3 ആമ്പിയർ. നമ്മൾ റെക്ടിഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 24 വോൾട്ടോളം വരും. അത് നമുക്കിതിലേക്ക് നേരെ കൊടുക്കാം. അത് 20 വോൾട്ട് DC ആയാലും 24 വോൾട്ട് DC ആയാലും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മോഡലാണ്. സ്പീക്കർ പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട് ഇതിൽ. DC പ്രൊട്ടക്ഷൻ ഉണ്ട്, ഡിലേ ഉണ്ട്. 2 ഐറ്റംസും ഇതിലുണ്ട്. അതേപോലെ തന്നെ ഇത് STK 4191 വെച്ചുള്ള ഒരു സബിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു മോഡലാണിത്. ഇത് നമ്മൾ ബ്രിഡ്ജ് ചെയ്തിട്ട് കൊടുക്കണം. ഈ ബ്രിഡ്ജിൽ നിന്നുള്ള ഈ 2 പോയിന്റുകൾ ജമ്പർ ഇട്ട് കഴിഞ്ഞാൽ ബ്രിഡ്ജായി കിട്ടും. ഓക്കെ, അപ്പോൾ ബ്രിഡ്ജായിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാം. ബ്രിഡ്ജ് അല്ല സ്റ്റീരിയോ ആവണമെങ്കിൽ ഈ 2 ബ്രിഡ്ജിൽ നിന്നുള്ള ജമ്പർ ഒഴിവാക്കിയാൽ മതി. അതിന് മാച്ചായ ഒരു ടോൺ ബോർഡാണിത്. ഇത് മറൈൻസ് കമ്പനിയുടെ വിൻറ്റേജ് മോഡലിൽ നിന്ന് 2 വേ കോപ്പി ചെയ്തെടുത്താണ്. ഇതിൽ വോളിയം കൺട്രോൾ ഉണ്ട്, അതുപോലെ ബാസ്, ട്രബിൾ, അങ്ങനെ ഒരു മോഡലാണിത്. ഇതിൽ കണക്ഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ കറക്റ്റായി എഴുതിയിട്ടുണ്ട്. ഇവിടെ പ്ലസ് കൊടുക്കുക, ഇവിടെ ഗ്രൗണ്ട്, ഇവിടെ നെഗറ്റീവ്, അങ്ങനെ കൊടുക്കുക. ഓക്കെ, താഴത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സ്പീക്കർ കണക്ഷൻ കൊടുക്കേണ്ടത് ഈ പോയിന്റിലാണ്. ഇതിൽ ലെഫ്റ്റ് ഗ്രൗണ്ട്, പിന്നെ ഗ്രൗണ്ട് റൈറ്റ്, സെൻറ്റർ ഗ്രൗണ്ടായിട്ടാണ് വരിക 2 സ്പീക്കറിൻ്റെ. ഹൈ ക്വാളിറ്റി PCB ആണ്, ഗ്ലാസി ബോക്സിയാണ്, നല്ല ക്വാളിറ്റി PCB ആണ്, നല്ല ക്വാളിറ്റി IC ആണ്, നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. പിന്നെ ഇതിൽ സ്റ്റീരിയോ പിന്നാണ് ഇവിടെ വരുന്നത്. ഇവിടെ സ്റ്റീരിയോ ലെഫ്റ്റ് ഗ്രൗണ്ട്, പിന്നെ ഈ ഭാഗത്തെ റൈറ്റ് ഗ്രൗണ്ട്, അങ്ങനെ സെൻറ്റർ ഗ്രൗണ്ടായിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ STKയുടെ ഒരു വീഡിയോസ്. അതിൽ ഇവിടെ ഇൻഡക്ടറൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയൊക്കെ ഒന്നും കൂടി കറക്റ്റാക്കാൻ അവിടെ വിയുടെ ലാബിൽ പരീക്ഷണം ചെയ്തിട്ട് നല്ല സൗണ്ട് ക്വാളിറ്റി ആക്കിയൊരു മോഡലാണിത്. നല്ല സ്റ്റാർ ഗ്രൗണ്ടൊക്കെ നല്ല രീതിയിൽ ഞങ്ങൾ VI തന്നെ വരച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ വരയ്ക്കുന്നതാണ്, പുറത്തുള്ള കോപ്പിയൊന്നുമല്ല. സ്റ്റാർ ഗ്രൗണ്ടിനൊക്കെ പ്രത്യേക ഒരുപാട് കാലം കമ്പനി സെറ്റുകളൊക്കെ പരീക്ഷിച്ചിട്ടും പഠിച്ചിട്ടൊക്കെയാണ് അതൊക്കെ സ്റ്റാർ ഗ്രൗണ്ട് കറക്റ്റ് ചെയ്ത് വരയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സൗണ്ട് ക്വാളിറ്റി കൂടും, ഹമ്മിങ് കുറയും, അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട്. ഈ LED ഓൺ ചെയ്ത് വൈക്ക് കത്തുന്ന LED ആണ്. ഇത് റിലേ ഓണായി കഴിഞ്ഞാൽ റിലേ ഓണാക്കിയ വൈക്ക് ഇത് കത്തില്ല, ഓണാക്കിയതിന് പിന്നീട് ഇത് കത്തുക ചെയ്യുക. ഓക്കെ, താങ്ക് യു.